ഓക്കെ മാസ്റ്റർ, നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മാസ് ഗെയിനർ എങ്ങനെ ഉണ്ടാക്കാം? സിമ്പിൾ ആയിട്ടുള്ള മാസ് ഗെയിനർ എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയൊരു മാസ് ഗെയിനറിനെ കുറിച്ചാണ് പറയാൻ പോണത്. അതിലിപ്പോ ഏകദേശം നമുക്കൊരു 100 ഗ്രാം പീനട്ട്, 100 ഗ്രാം ബദാം, 100 ഗ്രാം അണ്ടിപ്പരിപ്പ്, 100 ഗ്രാം എള്ള്, വെള്ള എള്ള്, അതുപോലെ തന്നെ 100 ഗ്രാം കൊക്കോ പൗഡർ, 1/2 കിലോ സ്കിമ്മഡ് മിൽക്ക് പൗഡർ. നന്ദിനി പറഞ്ഞ കമ്പനിയിലാണ് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. പല കമ്പനിയിലും ഉണ്ടാകാം. അപ്പൊ ഇത് നമ്മൾ സെപ്പറേറ്റ് വറുത്തെടുത്തതിന്റെ ശേഷം, അതായത് ബദാം, പീനട്ട് ഇതെല്ലാം സെപ്പറേറ്റ് വറുത്തെടുത്തതിന് ശേഷം അത് പൊടിച്ചിട്ട് നല്ലൊരു വെള്ളം അതുപോലെ എയറൊന്നും കയറാത്ത രീതിയിൽ ഒരു പാത്രത്തിലാക്കുക. അത് അതിന്റെ മുമ്പ് നമ്മൾ മിക്സ് ചെയ്യണം. അതായത് കൊക്കോ പൗഡർ, സ്കിമ്മഡ് മിൽക്ക് ഒക്കെ സെപ്പറേറ്റ് അതിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷുഗർ ആഡ് ചെയ്യാം. ഈ കൊക്കോ പൗഡർ മിക്സ് ചെയ്യണത് നമുക്കൊരു ഫ്ലേവറിന് മാത്രം വേണ്ടിയിട്ടാണ്, അത് ഓപ്ഷണലാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഏകദേശം സ്കിമ്മഡ് മിൽക്കിൽ നിന്ന് 100 ഗ്രാമിന് ഏകദേശം 26 ഗ്രാമോളം പ്രോട്ടീൻ കിട്ടും. അതുപോലെ തന്നെ പീനട്ടിൽ നിന്ന് 26 ഗ്രാമോളം പ്രോട്ടീൻ, ബദാമിൽ നിന്ന് ഏകദേശം ഒരു 20 ഗ്രാം ഒക്കെ പ്രോട്ടീൻ കിട്ടും. അപ്പൊ ഇത്രത്തോളം പ്രോട്ടീൻ ഉള്ളൊരു ഹൈ റിച്ച് ഫാറ്റും പ്രോട്ടീനും ആയിട്ടുള്ളൊരു മാസ് ഗെയിനറാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് നമുക്ക് ഡെയിലി നല്ല മെലിഞ്ഞ ഒരാളാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ഭക്ഷണത്തിന്റെ കൂടെ തന്നെ നമുക്ക് ഏകദേശം ഒരു 100 ഗ്രാമിന്റെ അടുത്തോളം ദിവസം ഇൻടേക്ക് ചെയ്യാം. 2 സമയങ്ങളിലായിട്ട്. ഒരു സമയത്ത് 50 ഗ്രാം, ഈവനിങ്ങിലും മോർണിംഗിലും 50 ഗ്രാം ഒക്കെ വെച്ചിട്ട് ഇൻടേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ല റിസൾട്ട് ഉണ്ടാവാം. ഓക്കെ.